നമ്മുടെ ഒരു കൺസെപ്റ്റിൽ അമേരിക്കൻ പാരന്റ്സ് എന്തൊരു ഫ്രീ ആണ്, അമേരിക്കയിലൊക്കെ ജനിച്ചാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ അവിടുത്തെ മക്കളെ നിങ്ങൾ എടുത്തു നോക്കി, അധികം പേരും ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടും ഒരു അംബീഷനും ഉണ്ടാവില്ല, സ്വന്തമായിട്ട് ഒരു കരിയർ ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദം ട്ടോ, എല്ലാവരും അല്ല. പക്ഷെ ചൈനീസ് പാരന്റിങ്ങിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഡിസിഷൻസ് എടുക്കുക അവരെ പാരന്റ്സ് ആയിരിക്കും. ഭയങ്കര അതോറിറ്റേറ്റീവ് പാരന്റിങ് അല്ല, കുറച്ച് ലിബറൽ ആവുക, പക്ഷെ വേണ്ടവിടത്ത് ബൗണ്ടറി വെക്കേണ്ടവിടത്തും വേണ്ടവിടത്ത് സ്ട്രിക്റ്റ് ആവേണ്ടവിടത്തൊക്കെ സ്ട്രിക്റ്റ് ആവുക. അപ്പോൾ ആ ചെറുപ്പം മുതലേ ഏതാണ് ഗുഡ് ഏതാണ് ബാഡ് എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അവര് എങ്ങനെ ഡിസിഷൻ എടുക്കണം എന്നും അവർക്ക് അറിയില്ല. അപ്പൊ കുറച്ചു കാലം നമ്മൾ തന്നെ അവരെ ഗൈഡ് ചെയ്യണം, നമ്മൾ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ലേറ്റർ ഓൺ ഒരു ഏജ് എത്തുമ്പോൾ അവരെ ഫ്രീ ആക്കി വിടുക. അതായത് അവർക്കൊരു കരിയറും കാര്യമൊക്കെ സെറ്റായി കഴിഞ്ഞു എന്ന് കണ്ടാൽ അവരെ ഫ്രീ ആക്കി വിടുക. അങ്ങനെ വേണം മക്കളെ വളർത്താൻ. അല്ലാണ്ട് എല്ലാം ഫ്രീ ആക്കി വിട്ടാൽ ലാസ്റ്റ് നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കണം എന്നുള്ള ഒരു ചെറിയൊരു പ്ലാന് നമുക്ക് വേണം. എന്നാലേ നമുക്കത് പ്രോപ്പറായിട്ട് നല്ല ഹ്യൂമൻ ബീങ്ങിനെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ.